Hi friends, welcome to Garam Masala, the magic spices of cooking. കോളിഫ്ലവർ മസാല. ഇന്ന് നമുക്ക് കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം. ഇത് റൈസ്, ചപ്പാത്തി ഇവയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: കോളിഫ്ലവർ ഒരു മീഡിയം സൈസ്, സവാള 2 എണ്ണം, വെളുത്തുള്ളി 1 ടീസ്പൂൺ, ഇഞ്ചി 1 ടീസ്പൂൺ, പച്ചമുളക് 2-3 എണ്ണം, തക്കാളി 1 എണ്ണം, മഞ്ഞൾപ്പൊടി 1/2 മുതൽ 1 ടീസ്പൂൺ വരെ, മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, മല്ലിയില, കറിവേപ്പില, എണ്ണ, ചെറിയ ജീരകം 1 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, ഉപ്പ്. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനായി പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലോട്ട് ചെറിയ ജീരകം, കറിവേപ്പില, വറ്റൽമുളക് ഇവ കൂടെ ചേർക്കണം. അതിനുശേഷം ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള സവാള കൂടെ ചേർക്കാം. ഇത് പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ കൂടെ ചേർത്ത് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇതിലോട്ട് ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള ഒരു തക്കാളി കൂടെ ചേർക്കാം. ഇനി ഇതൊന്ന് വഴന്നു വരട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് പൗഡറുകൾ ചേർക്കാം. ആദ്യം കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി ഇവ കൂടെ ചേർത്ത് നമുക്കൊന്ന് ചെറുതായി ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കഴുകി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർത്ത് ഇളക്കണം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഈ കോളിഫ്ലവർ 2 മുതൽ 3 മിനിറ്റ് വരെ ചൂടുവെള്ളത്തിൽ വെച്ചതിന് ശേഷം എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിലുള്ള വേംസ് എല്ലാം നശിച്ചു പോകും. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. ഇത് ചപ്പാത്തി, പ്ലെയിൻ റൈസ് ഇവയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാം. താങ്ക് യു. പ്ലീസ് സബ്സ്ക്രൈബ്.